നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിന് സമീപം ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പെരിങ്ങോട് സ്വദേശി നവനീതിനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി കൊടലൂർ കുമ്പൻകല്ലിൽ ആക്രി വ്യാപാര ഗോഡൌണിൽ തീപിടുത്തം, ആളപായമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. പട്ടാമ്പി കൊടലൂർ കൂമ്പങ്കല്ലിന് സമീപമുള്ള ആക്രിക്കടയുടെ ഗോഡൌണിൽ ഉച്ചയോടുകൂടിയാണ് തീ ആളിപ്പടർന്നത്. വേഗത്തിൽ തന്നെ തീ നിയന്ത്രണാതീതമായി പടർന്നു. സമീപത്തെ പൊന്തങ്കാടുകളിലേക്ക് തീ പടർന്നു. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വിവിധ ഇടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വൻ തീപിടുത്തം. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ആളൊഴിഞ്ഞ പറമ്പിലെ പുൽക്കാടുകളിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെയും കുന്നംകുളം ഫയർ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ തീ അണച്ചു. ജനവാസ മേഖലകളിലേക്ക് പടർന്നു പിടിക്കുന്നതിന് മുൻപായി തീ അണയ്ക്കാനായതിനാൽ വൻ അപകടം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ തുടരുന്നു. നിർമ്മാണ പ്രവൃത്തികളെ തുടർന്ന് പൊടിശല്യം രൂക്ഷമാണ്. പട്ടാമ്പി ടൗണിലെ മേലെ പട്ടാമ്പി കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടരുകയാണ്. തിങ്കളാഴ്ച രാത്രി മുതൽ പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. രാത്രിയും പകലുമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ബുധനാഴ്ച ഗതാഗത നിയന്ത്രണം തീരുമെന്നായിരുന്നു തുടക്കത്തിൽ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അറിയിപ്പുകളും മാറി മറിഞ്ഞു. ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം നീട്ടിയിരിക്കുന്നത്. രാത്രിയോടെ മാത്രമേ ഗതാഗത നിയന്ത്രണം നീട്ടുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുള്ളൂ. ഇത് വ്യാപാരികളെയും യാത്രക്കാരെയുമെല്ലാം വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ ഗതാഗത നിയന്ത്രണം ഒഴിവായെന്ന് കരുതി നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോയി. എന്നാൽ 11 മണിയോടെ പോലീസ് ഗതാഗത നിയന്ത്രണം വീണ്ടും കർശനമാക്കി. പ്രവൃത്തികൾ പുരോഗമിക്കുന്ന വേളയിൽ പൊടിശല്യവും റോഡിൽ വ്യാപകമാണ്. റോഡിലൂടെ കാൽനട യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഗതാഗത നിയന്ത്രണം നീക്കിയാലും റോഡ് പ്രവൃത്തികൾ തുടരും. റോഡ് റബ്ബറൈസിംഗിന് ഇനിയും സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. അതുവരെ പാതയിലെ പൊടിശല്യം രൂക്ഷമാവുമെന്നതിൽ സംശയമില്ല. യാത്രക്കാരെ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളെയും ഇത് വലിയ തോതിൽ ബാധിക്കും. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പട്ടാമ്പിക്കാർ. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 43-കാരന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനാണ് 43-കാരന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒറീസ സ്വദേശി മനു മാലിക്കിനെയാണ് പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷിച്ചത്. 2023 ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. 14 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിലാണ് ഒറീസ സ്വദേശിക്ക് ജീവിതാവസാനം വരെ ജീവപര്യന്തവും 1 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷാവിധി. പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ദിനേശൻ പിള്ളയാണ് ശിക്ഷ പുറപ്പെടുവിച്ചത്. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകുവാനും വിധിയായി. ഇൻസ്പെക്ടർ ടി ശശികുമാർ, ഡിവൈഎസ്പി വി.എം. കൃഷ്ണദാസ് എന്നിവരാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സന്ദീപ് ഹാജരായി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൺ ഓഫീസറുമായ എസ് മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. കേസിൽ 24 സാക്ഷികളെയും 37 രേഖകളും ഹാജരാക്കി. ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നടുവിൽ മഠം പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരങ്ങളാണ് കോഴിക്കോട്ടെ ഈക്കാട്ടുമേനിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. തന്ത്ര വിഭാഗത്തിൽ അടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട്, ജ്യോതിഷി വിഭാഗത്തിൽ പി പത്മനാഭ ശർമ്മ, ശില്പ വിഭാഗത്തിൽ കൂനത്തറ കെ വേലായുധൻ എന്നിവർക്കാണ്
ഇത്തവണ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. 15,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര വിതരണ ചടങ്ങ് നടുവിൽ മഠം പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാരങ്ങളും അദ്ദേഹം സമർപ്പിച്ചു. കാര്യങ്ങൾ പറഞ്ഞു തന്നുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അങ്ങനെ 4 കാര്യങ്ങൾ. ഇത് നമ്മുടെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ലോകവ്യവഹാരമായിട്ട് നോക്കിയാൽ ധർമ്മം ലോകത്തില് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ലോകസംബന്ധിയാണ് ധർമ്മം. അർത്ഥം ശരീര സംബന്ധിയാണ്. ഈ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുന്നതും മറ്റൊരാൾക്ക് കൊടുക്കുന്നതുമാണ് അർത്ഥം. അതാണ് പണമല്ല. പറഞ്ഞത് നമ്മുടെ അർത്ഥം പറയാനുണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും അതുപോലെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും അതിനെയാണ് അർത്ഥം എന്ന് പറയാം. കാമം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളാണ്. അപ്പൊ ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാവുക, അതൊക്കെ സാധിക്കുക എന്നുള്ളതല്ല, ആഗ്രഹങ്ങൾ ഇല്ലാതെയാവുക എന്നുള്ളതാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്നാണ്. എത്ര കണ്ട് ആശകൾ ചുരുക്കാവും ജീവിതത്തിൽ അത്രയും സുഖം ഉണ്ടാവും. കൃഷ്ണഭട്ട അവറുകളുടെയും കൈമുക്ക് വൈദികൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ശിക്ഷണത്തിൽ ജ്യോതിഷ വിദ്യാഭ്യാസം. ശബരിമല, ഗുരുവായൂർ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രശ്നചാരനായി പ്രവർത്തിച്ച പരിശുദ്ധ യശസ്. നമസ്കരിക്കാം. ചടങ്ങിൽ ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരുന്നു. ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട് രചിച്ച താന്ത്രിക ഡയമെൻഷൻ ഓഫ് ഭഗവത്ഗീത എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ചെറുമുക്ക് വല്ലഭൻ അക്കിതിരിപ്പാടിന് നൽകി പാർത്ഥസാരഥി ഭാരതി സ്വാമികളാണ് പുസ്തകപ്രകാശനവും നിർവഹിച്ചത്. ഡോക്ടർ PMS രവീന്ദ്രനാഥ് പുസ്തകം പരിചയപ്പെടുത്തി. മൊടാലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ആവണാവ് നാരായണൻ, L ശങ്കർ, ചന്ദ്രമോഹൻ തെക്കേപ്പാട്ട്, മാങ്ങാട്ടേശ്ശേരി രാജീവ് നമ്പൂതിരിപ്പാട്, വിഷ്ണു രവീന്ദ്രനാഥ്, വികാസ് നീലകണ്ഠൻ, നിമിത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗ പരീക്ഷാ പരിശീലനത്തിന്റെ പുതിയ ബാച്ചിന് തുടക്കമായി. മുഹമ്മദ് മോഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂനക്ഷേമ വകുപ്പിന് കീഴിലുള്ള പട്ടാമ്പിയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിലാണ് 14ാമത് ഉദ്യോഗ പരീക്ഷാ പരിശീലന ബാച്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഹമ്മദ് മോഹ്സിൻ MLA പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് മത്സര പരീക്ഷകൾ അതിന് തയ്യാറെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, അതിനുള്ള സൗകര്യങ്ങളും കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതുപോലെ മൈനോറിറ്റി ഇതിന്റെ ചാർജും വഹിച്ചിരുന്ന ശ്രീ KT ജലീൽ അദ്ദേഹത്തോട് ഇങ്ങനൊരു സെന്റർ പട്ടാമ്പിയിൽ ആരംഭിക്കണം എന്ന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നു. ആ കാലയളവിൽ അങ്ങനെ ഒരു സെന്റർ പട്ടാമ്പിക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. വളരെ നന്നായി ഈ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, 30-ലധികം വരുന്ന ആളുകൾ വിവിധ ജോലികളിൽ ഇവിടെ പരിശീലനം നേടിയതിനു ശേഷം ലഭ്യമായി 25ഓളം ആളുകൾ വിവിധ ലിസ്റ്റുകളിൽ കയറി പറ്റാനും തുടർന്ന് ജോലിക്ക് കാത്തിരിക്കാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. CCMI-യിലെ ഏറ്റവും മികച്ച സെന്ററുകളിൽ നമ്മുടെ അധ്യാപകൻ തന്നെ പറഞ്ഞു, ഒന്നാണ് പട്ടാമ്പി. പരിമിതമായ സൗകര്യങ്ങളാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇത് മാത്രമല്ല, നമ്മൾ പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടി ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യ വഴിയിൽ പഠനം ഉപേക്ഷിച്ചു. പല കാരണങ്ങൾ കൊണ്ട് പിന്നീട് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് തിരിച്ചു വീണ്ടും പഠനത്തിലേക്ക് കടന്നു വരാൻ പ്രൊഫഷണൽ ഡിഗ്രി അടക്കമുള്ള വിവിധ ഡിഗ്രികളും PGകളും അവർക്ക് എടുക്കാനും അതുവഴി ജീവിതത്തിലെ രണ്ടാമത് വിദ്യാഭ്യാസ അക്കാദമിക മേഖലയിലേക്കും കരിയറിലേക്കും രണ്ടാമതൊരു വഴി തുറക്കാനും കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാക്കാനാണ്. പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ V രഘുകുമാർ അധ്യക്ഷനായിരുന്നു. KK അനില, മുഹമ്മദ് ഹാഷിം, മുഹമ്മദ് സഹദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തണ്ണീർക്കോട് ജുമാ മസ്ജിദിന് മുന്നിലെ 110 kV ലൈനിൽ കുടുങ്ങിയ പ്രാവിന് പടിഞ്ഞാറങ്ങാടി സെക്ഷൻ KSEB ജീവനക്കാർ രക്ഷകരായി.
പ്ലാസ്റ്റിക് നൂൽ കാലിൽ കുടുങ്ങി പറക്കാൻ കഴിയാതെ ജീവനു വേണ്ടി പിടയുന്ന പ്രാവിനെ വഴിയാത്രക്കാരാണ് ആദ്യം കണ്ടത്. അവർ മഹല്ല് കമ്മിറ്റി ട്രഷറർ TK ഷാജിയെ വിവരം അറിയിക്കുകയും അദ്ദേഹം KSEB ഓഫീസിൽ വിളിച്ച് അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു. ജീവനക്കാർ ഉടൻ കൂറ്റനാട് സബ്സ്റ്റേഷനിൽ വിളിച്ച് ലൈൻ ഓഫ് ചെയ്യുകയും പ്രാവിനെ രക്ഷിക്കുകയും ചെയ്തു. KSEB ജീവനക്കാരായ ചന്ദ്രപ്രകാശ്, ആകാശ്, ബിനു, സുധീഷ്, മഹല്ല് നിവാസികളായ PV മുസ്തഫ, U റാഫി, AT മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.